നമസ്കാരം, ഞാൻ പാലോടനാണ്. ഇന്ന് ചെറിയൊരു യാത്രയിലാണ്. നമ്മുടെ സുമേഷിന്റെ കുടുംബമ്പലത്തിലെ ഉത്സവം ആവാറായി. അപ്പോൾ അതിനുവേണ്ടി ചാറ്റിന് വേണ്ടിയുള്ള ലിസ്റ്റ് മേടിക്കാൻ വേണ്ടി പൊന്മുടിയിലുള്ള കല്ലാറ്റിൽ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ സുമേഷിന്റെ കാലിൽ ചെരുപ്പില്ല. ഞാൻ ചോദിച്ചു, എന്താ ചെരുപ്പിടാത്ത വ്രതമാണോന്ന് ചോദിച്ചു. അല്ലളിയ വ്രതമല്ല, ഞായറാഴ്ചയിലെ രാവിലെ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു വിതിര പോയിട്ട് വാങ്ങിക്കാമെന്ന്. വിതിര 1-2 കടയിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചെരുപ്പിൻ്റെ പരിപാടികളൊന്നുമില്ല. പിന്നെ വേറൊരു കടയിൽ കണ്ടു. അവിടെ നേരെ കയറി ചെരുപ്പ് നോക്കിയപ്പം എൻ്റെ ചോദിച്ചു എത്ര ഇഞ്ചാണ് ചെരുപ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 12 ഇഞ്ച് എടുത്തൊന്നും, കാരണം അത്യാവശ്യം കാലിന് നല്ല നീളമുള്ള കൂട്ടത്തില്ല. അവൻ്റെ അളവിനുള്ള ചെരുപ്പ് നല്ലത് നോക്കി എടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും. എങ്കിലും അത്യാവശ്യം കൊള്ളാവുന്നുള്ളൊരു ചെരുപ്പും കിട്ടി. 580 രൂപ അങ്ങനെ എന്തൊരു ബില്ല് വന്നു. നമ്മുടെ നേരത്തും കൊടുത്ത് നേരെ പോയി. അതുപോലെ തന്നെ നമ്മുടെ ചിറ്റാർപ്പാലല്ലേ, വിതിരത്ത് ചിറ്റാർപ്പാലത്തിന്റെ പണി ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. അത് നേരെ അവിടുത്തെ പാസ് ചെയ്ത് പോയോണ്ട് തന്നെ കുറച്ച് മക്കളുമാർ കൈ കാണിച്ചു. അമ്മ അമ്പലത്തിലെ പിരിവാണെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. ഉടനെ നോട്ടീസ് നിന്ന് ചെറിയൊരു പിരിവെഴുതി സന്തോഷപൂർവ്വം കൊടുത്തു. വീണ്ടും നമ്മൾ യാത്രയും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പും ദാഹവും തോന്നി. അടുത്ത് കണ്ട കടയിൽ കയറി ചെന്ന് ചോദിച്ചപ്പോൾ സർവത്തുണ്ടെന്ന് പറഞ്ഞു. 2 സർവത്ത് കുടിച്ചു. ഒരു സർവത്തിന് 50 രൂപയായിരുന്നു. അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള സർവത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ കുടിച്ചു. വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചു. പിന്നെ ഒരു കാര്യം, ഈ സ്ഥലമോ ഈ ലിസ്റ്റ് ഇടാന്ന് പറഞ്ഞ ആളിനോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പറഞ്ഞത് കല്ലാറ്റിൽ വന്ന് തിരക്കിയാൽ മതി എന്നാ പറഞ്ഞത്. കല്ലാറ്റിൽ തിരക്കി പറഞ്ഞപ്പോൾ അറിഞ്ഞത് മൊട്ടമൂടാണെന്ന് പറഞ്ഞു. അതായത് പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞത്. പറഞ്ഞാൽ വീണ്ടും കൂടെ ഒന്നുകൂടെ പറഞ്ഞു, വനമാണ്, ശ്രദ്ധിച്ചു പോകണം. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അരുവി ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പേടിയാണ്, മലപ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു കാവും ഉണ്ടായിരുന്നു. അവിടെ കയറി തൊഴുതിയ ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് പുള്ളിക്കാരനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേക്ക് ആൾതാമസമുള്ള സ്ഥലങ്ങൾ, വനത്തിനകത്താണെങ്കിലും നല്ല മനോഹരമായ വീടുകളും വെയിറ്റ് ഷെഡുകളും നല്ല റോഡുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാത്ര വളരെ സുഖകരമായിരുന്നു. പിന്നെ ഈ വനത്തിനടുക്ക് റേഞ്ച് വളരെ കുറവായിരുന്നു. റേഞ്ചുള്ള വാക്കിനെ വെച്ച് പുള്ളിക്കാരനെ വിളിച്ചു. അപ്പോഴും സ്പോട്ട് കറക്റ്റ് പറഞ്ഞു തന്നു. നേരെ അവിടെ ചെന്നു. കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു. പുല്ലുവേഞ്ച പഴയ വീടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആട് താമസമില്ലെന്ന് തോന്നുന്നു. ഇതാണ് കക്ഷി. പുള്ളിക്കാരൻ ലിസ്റ്റ് നമ്മളെ കൊണ്ടൊന്ന് ഏൽപ്പിച്ചു. ഇതാണ് ലിസ്റ്റ്, ഇത് മേടിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. പക്ഷെ തിരിച്ചു പോകുന്ന വഴിയിൽ വേറൊരു കാര്യം സംഭവിച്ചു. വൈറ്റിഫാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം ഈ വനത്തിനകത്ത് ഈ അമ്പലത്തിൽ ഇന്ന് കൊടുതിയായിരുന്നു. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ലേറ്റായി. പക്ഷെ അവർ നല്ലോണം നിർബന്ധിച്ചു. ആഹാരം കഴിച്ചേച്ച് പോകാന്ന് പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് അവിയൽ, പുളിശ്ശേരി, സാമ്പാർ, തോരൻ, കിച്ചടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ കൊടും കാടിനകത്ത് ഒരു നല്ലൊരു സദ്യ. എന്തായാലും നല്ല രീതിയിൽ മനസമാധാനത്തോടെ നമ്മൾ കഴിച്ച ശേഷം അവരുടെ യാത്രയും പറഞ്ഞ ശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു.